ഇറാനുമായുള്ള യുദ്ധത്തിൽ നടുവൊടിഞ്ഞു കിടക്കുകയാണ് ഇസ്രായേൽ. ചത്ത പാമ്പായി മാറിക്കഴിഞ്ഞു ഇസ്രായേൽ. ചത്ത പാമ്പിനെ വീണ്ടും അടിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ ഇസ്രായേൽ കാട്ടുകൂട്ടിയ ക്രൂരതയ്ക്ക് അടി അനിവാര്യമാണ്. ഇപ്പോൾ ഇസ്രായേലിന് അടി കിട്ടിയിരിക്കുന്നത് ഹൂത്തികളുടെ ഭാഗത്ത് നിന്നാണ്. 2 ദിവസം മുമ്പ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ഡ്രോണുകൾ അയച്ചു. ആ ഡ്രോണുകളെല്ലാം തങ്ങളുടെ അയൺ ഡോം നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു. ഹൂത്തികൾക്ക് ഇസ്രായേലിനോട് കടുത്ത പകയുണ്ട്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് സമാനതകളില്ലാത്ത വംശഹത്യയാണ്. ഒരു നേരത്തെ ഭക്ഷണത്തിനായി ക്യൂ നിന്നവരെ പോലും വെടിവെച്ച് കൊന്നു ഇസ്രായേൽ. ഇതൊക്കെ ഹൂത്തികളെ പ്രകോപിപ്പിക്കുന്നു. 2 ദിവസം മുമ്പ് നിരവധി ഡ്രോണുകൾ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് അയച്ചു. അതെല്ലാം ഇസ്രായേൽ നിർവീര്യമാക്കി. ഇന്നും ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചതായാണ് റിപ്പോർട്ട്. ഇസ്രായേലിന് അടി തുടങ്ങുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ സാഷ്ടാംഗം പ്രണമിച്ച് തോൽവി ഏറ്റുവാങ്ങി ഇസ്രായേൽ. ഇതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കാര്യവും അവതാളത്തിലായി. നെതന്യാഹുവിനു നേരെ ജനരോഷം ഉയരുന്നു. ഗസയിൽ എന്തു നേടി എന്ന് ഇസ്രായേലികൾ നെതന്യാഹുവിനോട് ചോദിച്ച് തുടങ്ങിയിരിക്കുന്നു. ഇറാനിൽ ചെന്നിട്ട് എന്തു നേടി എന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ടി വരും നെതന്യാഹുവിന്. നെതന്യാഹുവിനെ പോലെ യുദ്ധവെറിയനായ ഇസ്രായേൽ കാറ്റ്സും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഒക്കെ ഗീർവാണങ്ങൾ അടിക്കുന്നുണ്ട്. ഇസ്രായേൽ ഇറാനെ തകർത്തു എന്ന മട്ടിലുള്ള ഗീർവാണങ്ങൾ. ഖൊമൈനിയെ വധിക്കാൻ പ്ലാനിട്ടിരുന്നെങ്കിലും അമേരിക്ക തടഞ്ഞതുകൊണ്ടാണ് ഖൊമൈനിയെ വധിക്കാത്തത് തുടങ്ങിയ ഗീർവാണങ്ങൾ. അതിനൊക്കെ ഖൊമൈനി ഇന്നലെ മറുപടി കൊടുത്തു. ഇനിയും ഒരംഗത്തിന് തങ്ങൾക്ക് ശക്തിയുണ്ടെന്ന് ഖൊമൈനി പ്രഖ്യാപിച്ചു. അമേരിക്ക ആക്രമിച്ചാൽ അമേരിക്കയെയും തിരിച്ചാക്രമിക്കും എന്ന് ഇറാൻ തെളിയിച്ചു. എന്തായാലും ഇസ്രായേലിൻ്റെ സമ്പദ് വ്യവസ്ഥ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. മാത്രമല്ല, ഇസ്രായേലി നഗരങ്ങൾ പുനഃസ്ഥാപിക്കാൻ വൻ തുക തന്നെ വേണ്ടിവരും. ഇസ്രായേലിൻ്റെ വ്യോമത്താവളങ്ങൾ പലതും തകർന്നു. ഹൈഫ നഗരം ചാമ്പലായി മാറി. ടെല്ലവീവിൽ കനത്ത നാശനഷ്ടം. 5000-നും 8000-നും ഇടയ്ക്ക് പേർക്കാണ് വീട് നഷ്ടപ്പെട്ടത്. അവർ ഷെൽട്ടറിലാണ്. ഇപ്പോഴും ട്രംപ് പറയുന്നത് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാൽ ഇറാനെ ആക്രമിക്കും എന്നാണ്. ട്രംപിന് അങ്ങനെ പറഞ്ഞേ പറ്റൂ. കാരണം മുഖത്തടിയേറ്റ ക്ഷീണം മറച്ചു വയ്ക്കണ്ടേ. അതുകൊണ്ട് ട്രംപിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ട്രംപിങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേലിലും അമേരിക്കയിലും സംഭവിക്കുന്നത്. ഹൂത്തികൾ തങ്ങളുടെ വിളയാട്ടം തുടങ്ങിയിരിക്കുന്നു. ഹൂത്തികളുടെ ആവശ്യം ഗസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറണം എന്നാണ്. അതേസമയം ഗസയിൽ വെടിനിർത്താൻ ട്രംപ് തീരുമാനിച്ചിരിക്കുന്നു. ഗസയിലും കൂടെ തോറ്റു കഴിഞ്ഞു. ഗസയിലും ഇസ്രായേൽ തോറ്റു കഴിഞ്ഞു. ഇസ്രായേലിൻ്റെ പടം മടങ്ങും എന്നുള്ളത് ഉറപ്പാണ്. നെതന്യാഹുവിനെ ജനങ്ങൾ പുറത്താക്കും എന്നുള്ളത് ഉറപ്പാണ്. ബന്ദിമോചനം പൂർണ്ണമായും ഇനിയും സാധ്യമായിട്ടില്ല. ഗസയിൽ ഇസ്രായേൽ പിൻവാങ്ങാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനിടയിലാണ് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഹൂത്തികളുടെ ഡ്രോണുകൾ പതിച്ചത്. ഡ്രോണുകൾ പതിച്ചത്. ഇറാൻ നിർമ്മിത ഡ്രോണുകൾ. ഹൂത്തികൾ ഡ്രോണുകൾ അയച്ച് അങ്ങനെ രസിക്കുകയാണ് ഇസ്രായേലിൽ. ഹൂത്തികളെ തിരിച്ചടിക്കാൻ വയ്യാത്ത അവസ്ഥ. ഹൂത്തികളുടെ ശക്തി എന്തെന്ന് അമേരിക്കയും ബ്രിട്ടനും തിരിച്ചറിഞ്ഞു. ഹൂത്തികളെ തകർക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും
സംയുക്ത അഭ്യാസം തന്നെ നടത്തി. സംയുക്ത സൈനിക അഭ്യാസം. അത് സൈനിക അഭ്യാസമെന്ന് ഞാൻ പറയുന്നത് കൃത്യമായിട്ടാണ്. ഹൂത്തികളുടെ രോമത്തിൽ പോലും തൊടാൻ അമേരിക്കയ്ക്കും ബ്രിട്ടനും കഴിഞ്ഞിട്ടില്ല. ചെങ്കടൽ ഹൂത്തികളുടെ താവളമാണ്. ചെങ്കടലിലേക്ക് പോയ അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും കപ്പലുകളെപ്പോലും ഹൂത്തികൾ ആക്രമിച്ചു. ഇതാണ് യുദ്ധത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ഹൂത്തികൾ വീണ്ടും വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേലിന് യുദ്ധം ഒരു ഹരമാണ്. യുദ്ധമില്ലെങ്കിൽ ആ രാജ്യമില്ല. യുദ്ധമില്ലെങ്കിൽ നെതന്യാഹു ഇല്ല. നെതന്യാഹുവിൻ്റെ നേർക്ക് അഴിമതി ആരോപണങ്ങൾ ഒരുപാടുണ്ട്. അതിനെ പ്രതിപക്ഷം ആയുധമാക്കി മാറ്റും. മാത്രമല്ല, നെതന്യാഹുവിനെതിരെ ജനരോഷം ഇരമ്പുകയാണ്. ഗസയിലും ഇറാനിലും യുദ്ധം നടത്തിയിട്ട് എന്തു നേടി എന്ന ചോദ്യം നെതന്യാഹുവിന് നേരെ ഉണ്ടാകുന്നു. ആ ചോദ്യത്തിന് അയാൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഇതൊക്കെയാണ് നെതന്യാഹുവിൻ്റെ ഗതികേട്. ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെ നെതന്യാഹു ഉത്തരം പറയും? ഇറാന്റെ ആണവ നിലയങ്ങൾ തകർത്തുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു. ആണവ നിലയങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ പുനഃസ്ഥാപിക്കുമെന്ന് പറഞ്ഞത് ഖൊമൈനിയാണ്. ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന മുന്നറിയിപ്പ് കിട്ടിയപ്പോൾ തന്നെ യുറേനിയം അടക്കമുള്ള ആണവ സാമഗ്രികൾ സുരക്ഷിത സ്ഥാനത്തേക്ക് ഇറാൻ മാറ്റി. ട്രംപിൻ്റെയും ഇസ്രായേലിൻ്റെയും ലക്ഷ്യമായ ഫോർദോ ആണവ നിലയം, റഷ്യൻ നിർമ്മിത ഫോർദോ ആണവ നിലയം ആക്രമിക്കുക വളരെ പ്രയാസമാണ്. അത് അമേരിക്കയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ആദ്യ ആക്രമണത്തിന് ശേഷം അമേരിക്ക പിന്തിരിഞ്ഞത്. രണ്ടാമത് ഇസ്രായേൽ വീണ്ടും ആക്രമിച്ചിട്ടും അവിടെ ഒരു ചുക്കും സംഭവിച്ചില്ല. അവിടെ ഒന്നും സംഭവിച്ചില്ല. ചുരുക്കത്തിൽ ആകെ മൊത്തം നാറി അമേരിക്കയും ഇസ്രായേലും. ഇപ്പോഴിതാ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് അടി. ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നു. അത് ലക്ഷ്യസ്ഥാനം കണ്ടോ, ഇസ്രായേലിൻ്റെ അയൺ ഡോം തകർത്തോ എന്നത് വ്യക്തമല്ല. 2 ദിവസം മുമ്പ് ഹൂത്തികൾ ഇസ്രായേലിനെ ആക്രമിച്ചിരുന്നു ഡ്രോണുകൾ ഉപയോഗിച്ച്. ആ ഡ്രോണുകളെല്ലാം നിർവീര്യമാക്കിയതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്തായാലും ഇസ്രായേലിന് നല്ല കാലമാണ്, നല്ല ശനികാലമാണെന്ന് പറയാം ജ്യോതിഷപ്രകാരം. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുമ്പിൽ മുഖമുയർത്തി നിൽക്കാത്ത അവസ്ഥ. ജനങ്ങൾക്ക് മുമ്പിൽ തോറ്റോടിയ ഇസ്രായേൽ പ്രധാനമന്ത്രി, തോറ്റോടിയ ആദ്യത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയായി നെതന്യാഹു മാറിയിരിക്കുന്നു. ഇതാണ് യുദ്ധത്തിൻ്റെ പര്യവസാനം. ഇറാനുമായുള്ള യുദ്ധം തീക്കളിയാണെന്ന് നെതന്യാഹു തിരിച്ചറിഞ്ഞിരിക്കുന്നു.